ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് മുദ്രകളെ പറ്റി പഠിക്കാം. മുദ്രകൾ ഹാർട്ടിന് കോൺസെൻട്രേഷൻ തരുന്നു. ഓരോ മുദ്രകൾക്കും ഓരോ പ്രത്യേകതയാണ്. കാരണം മിക്കതും ഈ കൈവിരലുകളിലുള്ള അതിൻ്റെ ക്രമമനുസരിച്ച് മടക്കുക, കൈവിരലുകൾ കൊണ്ട് ചെയ്യുന്നതാണ് മിക്ക മുദ്രകളും. വേറൊന്നുള്ള വിപരീതകരണീയ മുദ്രയാണ്. അതിനെപ്പറ്റി പിന്നെ പറയാം. അല്ലാത്തതൊക്കെ നമുക്ക് ചുമ്മാ ഇതുപോലെ റെസ്റ്റിംഗ് പൊസിഷനിലിരുന്നിട്ട് കൈകൾ ജ്ഞാനമുദ്രയിൽ ആദ്യത്തെ ജ്ഞാനമുദ്രകളിൽ വെക്കുക, അല്ലെങ്കിൽ ചിന്മുദ്രകളിൽ വെക്കുക. അങ്ങനെ ഓരോ മുദ്രകളാണ്. ചിന്മുദ്ര നിങ്ങൾ പല യോഗാസനങ്ങൾ ഞാൻ കാണിച്ചപ്പം കണ്ടിരുന്നു. ഇനി ഈ ചിന്മുദ്രയുടെ പ്രത്യേകത, ഇത് നമ്മുടെ കോപത്തെ ശമിപ്പിക്കുന്നു, കോൺസെൻട്രേഷൻ കിട്ടുന്നു, ബുദ്ധി വികസിക്കുന്നു, രക്തചംക്രമണം കൂട്ടുന്നു. ഈ ജ്ഞാനമുദ്ര അല്ലെങ്കിൽ ഇങ്ങനെ വിരലുകളിലുള്ള മുദ്രകൾ ചെയ്യുന്നതിൻ്റെ കാരണം 4000 നെർവ് സെൻറ്റിങ് ഉണ്ട് നമ്മുടെ ഈ വിരലുകളുടെ അഗ്രഭാഗത്ത്. അതെല്ലാം പല അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ അവയവങ്ങളെയൊക്കെ ഉത്തേജിപ്പിക്കാൻ, ആക്റ്റീവാക്കാനും ചിലതിനെയൊക്കെ വിശ്രമമാക്കാനും പറ്റുന്നതാണ് പല മുദ്രകളും. ആദ്യമായി നമുക്ക് ജ്ഞാനമുദ്ര പഠിക്കാം. ജ്ഞാനമുദ്രയ്ക്ക് ഈ തമ്പും 4 ഫിംഗറും, തള്ളവിരലും ചൂണ്ടുവിരലും ഇങ്ങനെ വെക്കുക, ഇങ്ങനെ തൊട്ട് വെക്കുക, അതിൻ്റെ അഗ്രം തൊട്ട് വെക്കുക. റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ്, ബാക്കി ഫിംഗേഴ്സ് സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക. എന്നിട്ട് രണ്ടും നമ്മുടെ കാലിൻ്റെ മുട്ടുകളിൽ വെക്കുക, ഇതുപോലെ കാൽമുട്ടുകളിൽ വെക്കുക. ഈ യോഗമുദ്ര ചെയ്യാൻ നമുക്ക് ഏത് ആസനത്തിലും ഇരിക്കാൻ സുഖകരമായ ആസനത്തിൽ ഇരിക്കാം. വജ്രാസനത്തിലോ അർത്ഥവജ്രാസനത്തിലോ സുഖാസനത്തിലോ ഒക്കെ ഇരുന്ന് നമുക്ക് ഈ ജ്ഞാനമുദ്ര ചെയ്യാം. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ നട്ടെല്ല് നേരെ നിവർത്തി നോർമൽ ബ്രീത്തിങ്ങിൽ നമ്മൾ കണ്ണുകൾ അടച്ച് കൈകളിൽ നോക്കുക, ഇങ്ങനെ ഇരിക്കുക. ഈ 4 ഫിംഗറും തമ്പും കൂടെ അഗ്രം അതിൻ്റെ അറ്റം മുട്ടിച്ചിട്ട് ബാക്കി റെസ്റ്റ് ഓഫ് ദ ഫിംഗേഴ്സ്, ബാക്കി വിരലുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് തന്നെ വേറൊരു മുദ്രയും കൂടെ പറയാം. അതിൻ്റെ പേര് പൃഥ്വി മുദ്ര. ഇത് ശരീരം ശോഷിച്ചവരുടെ ശരീരത്തിന് വണ്ണം വെക്കുന്നു, സ്കിന്നിൻ്റെ തിളക്കം കൂടി സൗന്ദര്യം, നമ്മുടെ ബോഡി സ്കിൻ തിളക്കം മിനുസം വന്ന് നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു. പിന്നെ കോൺസെൻട്രേഷൻ കൂടുന്നു. കാണിക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്ന് ഈ തമ്പിൻ്റെ അറ്റവും മോതിരവിരലിൻ്റെ അറ്റവും റിംഗ് ഫിംഗറും തമ്പും കൂടെ തള്ളവിരലും കൂടെ അറ്റം ഇങ്ങനെ പിടിക്കുക. ബാക്കി 3 ഫിംഗേഴ്സ് മുന്നോട്ട് നീട്ടി വെക്കുക. എന്നിട്ട് രണ്ടും ഇങ്ങനെ മുട്ടിൽ വെക്കുക. എന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കുക. മുദ്രകളൊക്കെ ചെയ്യുമ്പോൾ ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. ഓക്കെ.